ഇന്ന് നമുക്കൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് നോക്കിയല്ലോ. കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് അല്ല, ഒരു വലിയ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. കാരണം കുറേ സ്ഥലങ്ങളിൽ പോകാനും കുറേ സാധനങ്ങൾ വാങ്ങാനുള്ളൊരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് മലബാർ ഗോൾഡിലേക്കാണ്. അവിടെ അമ്മയുടെ കമ്മൽ ഒടിഞ്ഞായിരുന്നു. അപ്പോൾ കമ്മൽ ഒടിഞ്ഞത് ആദ്യം വിളക്കിക്കാന്ന് എഴുതി, പിന്നെ നമുക്ക് എഴുതി മാറ്റാമെന്ന് എഴുതി. അങ്ങനെ ഞങ്ങൾ അത് മാറ്റാൻ വേണ്ടി പോയതാണ് കേട്ടോ. മാറ്റിയതാ അങ്ങനെ വാങ്ങാമെന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ മോൻ ഉറങ്ങിയാണ്. അപ്പോൾ അനീത്തി ഞങ്ങളും ഒക്കെ കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്ത്, അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഏത് വാങ്ങണം, എന്ത് വാങ്ങണം, സ്റ്റഡ് എടുക്കണോ ജുംക്ക എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അമ്മ ജുംക്കയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഫൈനലി നമ്മൾ ജുംക്ക തന്നെ ഫിക്സ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും മോൻ എണീറ്റ്. പിന്നെ മോൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മോനിങ്ങനെ ഓടി നടക്കണം. അപ്പോൾ കുറച്ച് നേരം ഓടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഡ്രസ്സ് വാങ്ങാനാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ട് കാലിക്കറ്റിലുള്ള സംഗീത് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്, സംഗീത് സിൽക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇതേപോലെ കുറേ പാർട്ടി വെയർ ഡ്രസ്സസ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു, കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ ട്രയലൊക്കെ ചെയ്തെങ്കിലും എനിക്ക് അങ്ങോട്ട് മനസ്സിനങ്ങനെ സെറ്റായില്ല. കാരണം എൻ്റെ സൈസ് കിട്ടണില്ല, എൻ്റെ സൈസിനുള്ള ഡ്രസ്സ് അവിടെ ഇറങ്ങണില്ല. ആക്ച്വലി അതാണ് കുഴപ്പം, എൻ്റെ സൈസിനുള്ള ഡ്രസ്സ് പാർട്ടി വെയർ ഇറങ്ങണില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഷേപ്പൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലും ഒന്ന് നോക്കാമെന്ന് എഴുതി നോക്കിയതായിരുന്നു, കിട്ടിയില്ല അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കസവ കേന്ദ്രയിലേക്കായിരുന്നു. നമുക്ക് സാരിയും എടുക്കണം, പ്ലസ് ഞങ്ങൾക്ക് ഡ്രസ്സും നോക്കാമല്ലോ എന്നുള്ള ലെവലിൽ പോയതായിരുന്നു. പക്ഷേ അവിടെ നിന്നും കിട്ടിയില്ല, സാരിയും കിട്ടിയില്ല നമുക്ക്. കുറച്ചൊക്കെ നോക്കി നമ്മൾ അവിടെ ഡ്രസ്സായാലും അതേപോലെ തന്നെ സാരീസ് ആയാലും ഒക്കെ കുറച്ച് നോക്കി. പിന്നെ നമ്മൾ അങ്ങോട്ട് സെറ്റായില്ല. എൻ്റെ അമ്മ കൂടുതലും ജയലക്ഷ്മി എന്നായിരുന്നു സാരീസ് എടുക്കാറ്. ജയലക്ഷ്മി ഇവിടെ കത്തി പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യണില്ല, ടെമ്പററിലി അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഷോപ്പൊക്കെ നോക്കിപ്പോയത്. പക്ഷേ അങ്ങോട്ട് സെറ്റായില്ല. അമ്മ ഹാൻഡ്ലൂം സാരീസാണ് കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ സെറ്റായില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് SM-ലേക്കാണ് കേട്ടോ. കാരണം SM-ൽ തന്നെ പോയി നോക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെ അവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ നേരെ SM-ലേക്ക് പോയി. SM-ൽ ഞാൻ ഇത് നടന്നു വേറെ ഒന്നുമില്ല, അവിടെ ഒരു റിപ്പോർട്ടർ ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്നൊന്ന് ചോദിച്ചിട്ടാട്ടോ ഞാൻ ഈ വരുന്നത്. കാരണം ആരെങ്കിലും വരണുണ്ടോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് പോകാമല്ലോ എന്ന് എഴുതിയിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആരും വന്നോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ അങ്ങനെ ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കി. അങ്ങനെ ഫൈനലി ഡ്രസ്സ് എടുത്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ കുറച്ചങ്ങോട്ട് വീഡിയോസ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ മടിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചപ്പൽസ് വാങ്ങാനായിരുന്നു പോയത്. ചപ്പൽസ് അങ്ങനെ എടുത്തായിരുന്നു. കുറച്ച് ചപ്പൽസൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾക്ക് ചപ്പൽസ് കാര്യങ്ങളൊക്കെ വാങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ കയറിയായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്ത്, കാരണം നമുക്ക് എടുക്കാനുള്ളത് കിട്ടിയില്ല. കാരണം ഭയങ്കര ടയേർഡായി പോയായിരുന്നു മൊത്തത്തിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുഞ്ഞുവിന് ഡ്രസ്സ് എടുക്കാനാണ് പോയത്. മോന് ഡ്രസ്സ് എടുക്കാൻ പോയി. അങ്ങനെ മോന് വേണ്ട ഐറ്റംസും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവനവിടെ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണത്. അവനവിടെ പെട്ടികളും കാര്യങ്ങളൊക്കെ എടുത്ത് കളിയും സംസാരമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞൊരു ലൈമും കുടിച്ച്, കാരണം നമ്മൾ ക്ഷീണിച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്നെങ്കിലും ക്ഷീണിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മൊബൈലിൻ്റെ കേസ്, സ്ക്രീൻ കാർഡും അതേപോലെ തന്നെ നമുക്ക് പൗച്ച് കാര്യങ്ങളൊക്കെ മാറ്റണമായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെയും മാറ്റണമായിരുന്നു. അച്ഛൻ്റെ മാത്രമായിരുന്നു ഓക്കെ ആയിട്ടുണ്ടായത്. ബാക്കി 3 പേരുടെയും മാറ്റണമായിരുന്നു. അതൊക്കെ മാറ്റി നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ